ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വീണ്ടും എയർപോർട്ടിൽ നിന്നുള്ളൊരു വ്ളോഗാണ്. നമ്മൾ സസ്പെൻസൊന്നുമില്ല, നമ്മുടെ ഫേവറേറ്റ് സ്ഥലത്തേക്ക് തന്നെ പോവാണ്. വ്ളോഗിങ് പ്ലസ് ജോബ് എന്നുള്ള രീതിയിൽ തായ്ലൻഡിലേക്ക് പോവാണ്. പക്ഷേ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, വേദു ഇല്ല. അതിന് പകരം വേറൊരു കുട്ടിയുണ്ട്. ആദ്യമായിട്ട് ഇന്ത്യയുടെ വെളിയിൽ പോകുന്ന കുട്ടിയാണ്. സോ ഫുൾ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. സോ ആദ്യമായിട്ടാണ് നമ്മൾ വേറൊരാളുടെ കൂടെ ട്രാവൽ ചെയ്തത് കേട്ടോ. ആരാ പറയാത്? നമ്മുടെ എല്ലാമായ നമ്മുടെ അയോണിക് 5 സമയത്തിന് എത്തിച്ച് തന്ന് ഹാപ്പി സ്റ്റോറിന്റെ തലൈവനായ പ്രിൻസ് ആന്റണി. അങ്ങനൊക്കെ വേണം ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട്. സോ നിസ്സാരമായ ഒരാളല്ല അല്ലേ? അപ്പൊ അത് മാത്രമല്ല, ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ആയിരുന്നല്ലോ, അങ്ങനെയാണല്ലോ നമ്മുടെ അവിടെ വന്നത്. സോ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ കൂടെ ഉള്ള ഫസ്റ്റ് ട്രിപ്പ് അല്ലേ? അപ്പൊ ഇത് തൊട്ട് ഫുൾ യാത്രയായിരിക്കും പ്രിൻസ്. ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് സംസാരിക്കാം. വീട്ടില് ഫുൾ ടെൻഷനാട്ടാ നമ്മളോട് പോകുന്നുണ്ട്. നമ്മളെ ആൾക്കാർ ശരിയല്ല അത് വരുന്നേന്ന്. നമ്മള് പോകുന്ന പോലെ പോയി കാണുന്നു. ഞാൻ പറഞ്ഞു തായ്ലൻഡിലേക്കല്ലേ പോകുന്നത്, കല്യാണവും കഴിച്ചിട്ടില്ല, അതെ മുഖമൊക്കെ മാറി കേട്ടാ. ഇത്തവണത്തെ നമ്മുടെ തായ്ലൻഡ് ട്രാവലിന് ഭയങ്കര ഡിഫറെന്റ് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള യാത്ര. കാരണം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും എയർ ഏഷ്യ ഈസ് ഫൈൻ, എഫിഷ്യൻ്റ് ആണ്, ക്ലീൻ ആണ്, ചീപ്പായിട്ട് നമ്മൾ എത്തിക്കും. പക്ഷെ നമുക്കൊരു പ്രോപ്പർ ലക്ഷറി ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു നോർമൽ സർവീസ് ഉള്ളൊരു ഫ്ലൈറ്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അത് ഇതുവരെ കൊച്ചി ടു തായ്ലൻഡിലായിരുന്നു. പിന്നെ നമ്മൾ വല്ല സിംഗപ്പൂർ എയർലൈൻസ്, മലേഷ്യൻ എയർലൈൻസ്, ട്രാൻസിറ്റ് ഒക്കെ എടുത്തായിരുന്നു പോകേണ്ടത്. ഇത്തവണ തായ് എയർവേസ് തുടങ്ങിയിട്ടുണ്ട്. സോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു ലക്ഷറി ഫ്ലൈറ്റ് കൊച്ചി ടു തായ്ലൻഡ് എടുക്കുന്നത്. പക്ഷേ ബിസിനസ് ക്ലാസ് ഒന്നുമില്ല, എന്നാലും ഒരു 4 മണിക്കൂർ ഒരു ഫുൾ സർവീസ് ഫ്ലൈറ്റ് ആകുമ്പോൾ ഫുഡ് ഉണ്ട്, ലഗേജിന് കുഴപ്പമില്ല, TV സ്ക്രീൻസ് ഉണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഒരു തായ് എയർവേസിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇസ് ഇറ്റ് വർത്ത് ടു ട്രാവൽ ഇൻ തായ് എയർവേസ് ഓർ എയർ ഏഷ്യ തന്നെയാണോ ബെറ്റർ എന്നുള്ള ഒരു ചെറിയ കമ്പാരിസണും കാണും. തായ് എയർവേസിൻ്റെ കൗണ്ടർ കണ്ട പ്രോപ്പറായിട്ട് നമുക്ക് ഒരു പ്രീമിയംനെസ് തോന്നുന്നുണ്ട്. ഇക്കോണമിക് ക്ലാസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഞാൻ കേട്ടിരിക്കുന്ന തായ് എയർവേസ് അടിപൊളിയാണെന്നാണ്. അതെ, മറ്റേ കാര്യം പറയണ്ടേ, ഫ്രണ്ട്സിൻ്റെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച്. പാസ്പോർട്ട്, നമ്മളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയിട്ട് പാസ്പോർട്ട് കളഞ്ഞു പോയിന്ന് പറഞ്ഞില്ലേ? ലാസ്റ്റ് മിനിറ്റ് ഞങ്ങളെ പ്രിൻസിനോട് പറഞ്ഞു, പ്രിൻസ് അന്നാ ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ പറഞ്ഞത് പ്രിൻസും നമ്മുടെ കൂടെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിച്ചറിയാം എൻ്റെ പാസ്പോർട്ട് കളഞ്ഞു പോയിന്ന്. പാസ്പോർട്ട് തൽക്കാലം കിട്ടിയിട്ട് അതനുസരിച്ചാണ്, പ്രിൻസ് അനുസരിച്ചാണ് ഞങ്ങൾ ഡേറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അറിയോ? ബുക്ക് ചെയ്തത്. വാ, തായ് എയർവേസ് അതുകൊണ്ട് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ എയർ ഏഷ്യ പോയിരുന്നായിരുന്നു. അത് കറക്റ്റാ, അതൊരു ഭാഗ്യ. കണ്ട എന്റെ ബുദ്ധി കണ്ട, ഈ രണ്ടുപേരും പറഞ്ഞ സമയത്ത് എത്തില്ല. അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് 1 മണിക്കൂർ നേരത്തെയാന്ന് പറഞ്ഞു. ഞാൻ 12:30 പറഞ്ഞ, ശരിക്കും 12 മണിന്നല്ലേ പറഞ്ഞ, 1 മണിക്കാണ് ഫ്ലൈറ്റ്. പ്രിയ, വേദുവിന്റെ പെട്ടിയില്ല വലിക്കാനായിട്ട്. സത്യം. പക്ഷെ ഇത്തവണ എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം അവന് അതൊരു ടോർച്ചറാണ്. അതും കൂടെ കൊണ്ടാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചത്. അവന്റെ ഹോളിഡേയ്സ് ആണ്, എൻ്റെ ചേച്ചിയുടെ പിള്ളേരൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്നത് 40 ഡിഗ്രിയാണ്. ആൻഡ് ഇത്തവണ നമ്മുടെ പെർച്ചേസ് പ്രോസസ്സിന്റെ ആ ബുദ്ധിമുട്ട് അവർക്ക് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാം എന്ത് പാടാണ്. ഓക്കെ, സോ അതെല്ലാം കൂടെ കൊണ്ടാണ് നമ്മൾ വേദുവിനെ കൂടെ കൊണ്ടുവന്നിരുന്നത്. അതിന് പകരം വേറെ കുട്ടിയുണ്ട് വേർക്കാനായിട്ട് 42 ഡിഗ്രിയിൽ. ഈ പ്രിൻസ്, ഇതിന്റെ വ്യത്യാസം എന്താണെന്നറിയോ? മറ്റേത് വേദുവിനെ ആയിരിക്കണം നമ്മൾ നോക്കുന്നത്, ഇത് നമ്മളെ നോക്കുമായിരിക്കും പ്രിൻസ്. കറക്റ്റ് ടൈമിന് എഴുന്നേക്കുക, പൈസ എടുത്തിട്ടുണ്ടോ, പേഴ്സ് എടുത്തിട്ടുണ്ടോ, കറക്റ്റ് അക്കൗണ്ടിങ് ആണോ, നോക്കാം. ലോഞ്ചിൽ കയറാൻ പറ്റില്ല, നമ്മുടെ കാർഡ് ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല കേട്ടാ. അമ്മ വിശക്കുന്നു, അപ്പ വിശക്കുന്നു, അതും ഇല്ല. ഈ തവണ ഉണ്ടല്ലോ ഗൈസ്, നമ്മള് ഭയങ്കര കൂടുതൽ പർച്ചേസിംഗ് ഉണ്ട്, ഷിപ്പിംഗ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ കോസ്റ്റ്യൂംസ് അതൊക്കെ കാണിക്കും, സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താന്ന്. പക്ഷെ ഇപ്പം നമ്മൾക്ക് ഫുൾ പ്രോസസ്സ് ഇതുവരെ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ശരിക്കും നമ്മൾ വെറുതെ പോയി വാങ്ങിക്കൊണ്ട് വരാൻ പറ്റില്ല. ടെസ്റ്റ്സ് ഉണ്ട്, പാക്കിങ്ങിൻ്റെ ഇൻവോയ്സസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പർച്ചേസ് കുറച്ചും കൂടെ സ്കെയിൽ, ക്വാണ്ടിറ്റി കുറച്ചും കൂടെ കൂട്ടുന്നതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ച് നമ്മുടെ പ്രിൻസിനെ കൂടെ കൊണ്ടുവന്നത്. സോ ദാറ്റ് എവറിത്തിങ് വിൽ ബി ഇൻ എ പ്രോപ്പർ പ്രോസസ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി 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 ഹെക്ടിക് ട്രിപ്പ്. പ്രിൻസ് ഉള്ളത് ഭാഗ്യാന്ന് തോന്നുന്നു. ലോഞ്ച് ആക്സസ് പ്രിൻസിന്റെ എല്ലാ കാർഡിനും ഉണ്ട്. ഒരു 10 കാർഡുണ്ട് കയ്യിൽ. അതിൽ ഏതെങ്കിലും 3 കിട്ടും. അതൊന്ന്. രണ്ടാമത് ക്യൂ. പ്രിൻസ് പറയാം, പ്രിൻസ് ഉള്ളിടത്ത് എവിടെ പോയാലും ക്യൂ കട്ട് ചെയ്ത് വേറൊരു ഓപ്ഷൻ കാണുന്നത്. അടിപൊളിയായിട്ടാ.
സൂപ്പർ ആയിരിക്കും. ഈ ഭാഗ്യം തന്നെ അവിടുത്തെ തായ്ലൻഡിലെ ഇമിഗ്രേഷനും കിട്ടിയാൽ മതി ഇറങ്ങുമ്പോ. ഫുഡ് ഞങ്ങൾ ലൈറ്റ് ആയിട്ടേ കഴിക്കുന്നുള്ളൂ ഇത്തവണ, കാരണം ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ട്, അതിന്റെ റിവ്യൂ പറയാനുള്ളതാണ് കേട്ടല്ലോ. അത് മിക്കവാറും അങ്ങനെ ആയിരിക്കും. അവിടെ ലാസ്റ്റ് ബാക്കിലാ സീറ്റ്, അപ്പൊ ലാസ്റ്റേ കിട്ടുള്ളൂ. ഞാൻ വിളിച്ചെഴുതിപ്പിക്കും ഫുഡ് വരുമ്പോ. ഈ ബില്ല് തരും നമ്മൾ കയറുമ്പോ, നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്ത് ഇതിന്റെ ബാക്കിൽ ഒപ്പിടും. എന്ത് 2 എണ്ണം അടിച്ചാ, ഇത് ആർക്കെങ്കിലും കൊടുത്തെങ്കിൽ 2 എണ്ണം അടിക്കായിരുന്നു, ആർക്കെങ്കിലും അടിക്കായിരുന്നു. അത് വേണ്ട, എന്തിനാ നമ്മള് വെറുതെ ഒരാളെ നശിപ്പിക്കുന്നത്? അതുകൊണ്ട് വേണ്ട, കളയാൻ പോവാ. ഈ പ്രിൻസിനെ കൊണ്ടുവന്ന ആക്ച്വലി ഒരു എക്സ്പെരിമെന്റും കൂടെയാണ് കേട്ടാ. അല്ല, പ്രിൻസ് നമ്മളോട് ട്രാവലൊക്കെ ഇഷ്ടപ്പെട്ട നമുക്ക് മറ്റേ ട്രാവൽ വിത്ത് ടോയ് ഷെഫ് വേണ്ട ഫോർ ലേഡീസ്. അപ്പൊ പ്രിൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ചെയ്ത. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 5 സ്റ്റാർ റേറ്റിംഗ് തരണേ. തോന്നുന്നു നമുക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യം കിട്ടുമെന്ന്. വലിയ തിരക്കൊന്നും ഇല്ല ഫ്ലൈറ്റിൽ, സുഖമായിരിക്കും മിക്കവാറും. അങ്ങനെയാണെങ്കിൽ 3 പേര് 3 സ്ഥലത്തേക്ക് പോയിക്കോണം കേട്ടല്ലോ. ഈ പ്രിൻസ് നമ്മളോട് വന്നപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ, ഇനി എനിക്ക് ദിലുചേട്ടനെയും പ്രിയച്ചേട്ടനെയും തിരിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ഇതുവരെ നമ്മൾ ഒരുമിച്ച് കിട്ടില്ലല്ലോ ഷോപ്പിൽ. ഞാൻ ഒരു ലിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം, അപ്പൊ ഇവിടെ വെച്ചേ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതേ ലിസ്റ്റ്. മറ്റേ എൻജോയ് ഇത് എല്ലാരും ബ്ലോഗ് വിചാരിക്കും നമ്മൾ ശരിക്കും ഇതാ ചെയ്തത് കേട്ടല്ലോ. അതെ, വ്ളോഗിങ്, പർച്ചേസിങ്, ഷോപ്പിന്റെ കാര്യം എല്ലാം, എക്സിബിഷൻ. ഇനി 7 ദിവസം ഉറക്കം ഇല്ല, 3 മണിക്കൂർ 4 മണിക്കൂർ ഉറക്കം, അത്രേ ഉള്ളൂ. തായ്ലൻഡിൽ ചെന്നിട്ട് ഫസ്റ്റ് തിങ് എന്താ ചെയ്യണ്ടേ? പറ, ഞങ്ങളുടെ വ്ളോഗ് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? ബ്രഷ് ചെയ്യാ, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ? ഞങ്ങളുടെ വ്ളോഗ്സ് കണ്ടിട്ടൊന്നും കേട്ടാ. 7-Eleven മിക്കവാറും നമ്മളെ ശരിക്കും ബ്രാൻഡ് അംബാസഡറായി വെക്കണം കേട്ടോ 7-Eleven. പിന്നെ 7-Eleven ഒരു സാൻഡ്വിച്ച് എങ്കിലും തരുന്നുണ്ടായിരുന്നു അല്ലേ? അതെ, ഒരു സാൻഡ്വിച്ചും മതി, സന്തോഷം. തുടങ്ങി വാ. ആദ്യമായിട്ട് ബാങ്കോക്കിൽ പോകുമ്പോ റെഡ് യൂണിഫോം അല്ലാത്ത സ്റ്റാഫിനെ കാണുന്നത് അല്ലെ? എപ്പോഴേ അറിയിച്ചല്ലേ നമ്മള്. ഇതാണ് ലക്ഷറി ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് നല്ല ലക്ഷറി ഒന്നും, എന്ത് ലക്ഷറി, നല്ല ലക്ഷറി. എന്റെ കാല് പോലും ഇരിക്കുന്നില്ല, TV സ്ക്രീൻ ഇല്ല. ഇത് വേണമെങ്കിൽ കുറച്ചും കൂടെ പ്രിയ വിചാരിച്ചാൽ ഇത് മുഖത്തേക്ക് ഇരുന്നോളൂ. ഇത് സെയിം എയറേഷ്യ, കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അകത്തെ. പിന്നെ ഫുഡും കിട്ടും, ലഗേജും ഉണ്ട്. അതാണ് ബ്രേക്കി ഫ്ലൈറ്റ് ഇഷ്ടപ്പെട്ടെ, അല്ലാതെ വേറെ ഒന്നുമല്ല. എൻ്റെ ഒരു അഭിപ്രായത്തില് എയർ ഏഷ്യ എനിക്ക് ക്ലീൻ ആയിട്ട് തോന്നി. മേ ബി 1 ടൈം കണ്ട് ബ്രേക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ. എയർ ഏഷ്യ നല്ല സർവീസാണ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് കാണിക്കാനായിട്ട്. ഒൺലി തിങ് ഐ തിങ്ക് സോ, സീറ്റിന്റെ കളറിന്റെ ആംബിയൻസ് വ്യത്യാസം. ഫുഡ് കിട്ടും, അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. പക്ഷെ എയർ ഏഷ്യയിലെ ഫുഡ് പേ ചെയ്താലും ഭയങ്കര ടേസ്റ്റാണ്. അല്ലാതെ ഉണ്ട്. പക്ഷെ ഐ തിങ്ക് സോ എന്തായാലും ഇപ്പം തന്നെ പറയാം, ഒരു മാക്സിമം ഒരു 3,000 to 4,000 റുപ്പീസ് എക്സ്ട്രാ കൊടുത്ത് വേണമെങ്കിൽ വരാം. അതിൽ കൂടുതൽ കൊടുത്ത് വരുന്നതിൽ കാര്യമില്ല. ഒന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച്. അതും കിട്ടും ചിലപ്പോൾ. അനെ പ്രിൻസിനോട് പറഞ്ഞ, പ്രിൻസെ നമ്മൾ ലക്ഷറി ഫ്ലൈറ്റിലൊക്കെയാ പോകുന്നത്. ഞാൻ സിംഗപ്പൂർ എയർലൈൻസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തതാ. ഒന്നുമല്ല, ഇത് എയർ ഏഷ്യയുടെ പെയിന്റ് മാറ്റിയിട്ട് കൊണ്ടുവന്ന ഫ്ലൈറ്റ്. സീറ്റ് കവറും മാറ്റിയിട്ടുണ്ട്, മാറ്റി. അല്ല, അതും ചിലപ്പോ സെയിം ആയിരിക്കും, നമുക്ക് മനസ്സിലാവില്ലല്ലോ. മാത്രം ഫുഡ് കിട്ടി, എല്ലാവരും നോക്കിയിരിക്കുന്നത്. അതിന്റെ ടെക്നീക്ക് എന്താ അറിയോ? ഞാൻ സ്പെഷ്യൽ മീൽ റിക്വസ്റ്റ് ചെയ്തു, അപ്പൊ ആദ്യമേ കിട്ടും. അതാണ് ടെക്നീക്ക്. നിങ്ങൾക്ക് സാധാരണ മീൽ, അപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടും. കഴിക്കാൻ പോന്നു. എന്ത്? കഴിക്കണ്ട, ലക്ഷറി ഫ്ലൈറ്റ്. ഇതില് എന്തോ ഒരു ഡെസേർട്ട് ഉണ്ട്, പിന്നെ ഒരു സാലഡ്, ബട്ടർ, ബണ്ണ്, കുറച്ച് ആൽമണ്ട്സ്. ഫുഡ് കുഴപ്പമില്ല തോന്നുന്നു. ഇതെന്താ നോക്കണം. ഹലോ, ചപ്പാത്തി. ഇത് നിൽക്കുന്നില്ല, ഇത് ഒഴുകി പോന്നു. ഞാൻ വയർ വെച്ച് തടുക്കുക. വയറാണ് സ്റ്റോപ്പർ. പിന്നെ ഇതെന്താ നോക്ക്, ചപ്പാത്തിയും കറിയായിരിക്കും, ചിക്കൻ കറി ആയിരിക്കും. ഇത് ഹലാൽ മീലായി ഓർഡർ ചെയ്തത്. ഇതിൽ പിന്നെ ബിരിയാണി, ഇതൊരു സോഫ്റ്റ് റോട്ടി പോലത്തെ സംഭവം. പിന്നെ ഒരു ബിരിയാണിയും ചിക്കൻ കറി, ഇതാണ് സംഭവം. കുറച്ച് സവാള വറുത്തൊക്കെ ഉണ്ട്, ബ്രോക്കോളി. അത്യാവശ്യം മീല് കുഴപ്പമില്ല.
അതിന് പക്ഷെ ഒരു 10,000 റുപ്പീസൊക്കെ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കും പ്രിൻസിനും പുഡിങ്, മാംഗോ പുഡിങ് ആണെന്ന് തോന്നുന്നു. കേട്ടാ, അതാ പറഞ്ഞാൽ ആർത്തി പിടിച്ചെടുക്കരുത്. പ്രിയക്ക് എന്തോ സാധാരണ ഒരു മധുരം ഇല്ലാത്തൊരു കേക്ക് ആയിരിക്കും. നോക്കിക്കോ, ഞങ്ങൾ പൊളിക്കും. തായ്ലൻഡ് ഞങ്ങൾ പൊളിക്കും. മറ്റേ ഗുഡ് ബോയ്സ് ഗോ ടു ബാങ്കോക്ക് എന്ന് പറഞ്ഞ പോലെ. എനിക്കും പ്രിൻസിനൊക്കെ കുറച്ച് നൈറ്റ് ഔട്ടൊക്കെ പ്ലാൻസ് ഉണ്ട് കേട്ടല്ലോ. എനിക്ക് കിട്ടിയ എന്താ പറയുക, ഫിഷ് കറി, റൈസ്, ഗ്രീൻ പീസ് കറി. ഇത് കുറച്ചും കൂടെ നല്ല. നമുക്ക് പ്രോട്ടീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡെസേർട്ട് ഉണ്ട്, ബ്രെഡ് ഉണ്ട്. മീൽ ആക്ച്വലി ഭയങ്കര ഫില്ലിംഗ് ആണ്. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നല്ലതാണോ? ഓക്കെ, വീട് നല്ലതെന്ന് പറയുന്നു. ഇത് ഞാൻ ഫിഷ് കറി ടേസ്റ്റ് നോക്കി, നന്നായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഈ ഫ്ലൈറ്റിൽ തോന്നുന്നത് സർവീസ് ആക്ച്വലി മോശമാണ്. ഭയങ്കര ഒരു പെപ്രാളമാണ് എല്ലാത്തിനും. പിന്നെ അത്ര എയർ ഏഷ്യ ഐ ഫീൽ ഇസ് മച്ച് ഫ്രണ്ട്ലിയർ. സോ പേഴ്സണലി എനിക്കത് ഇത് എയർ ഏഷ്യയുടെ സെയിം റേറ്റ് അല്ലെങ്കിൽ കുറച്ച് വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ മാത്രം എടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല. വെരി ഡിസപ്പോയിൻറ്റിങ് ഫ്ലൈറ്റാണ് ശരിക്കും. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് തായ്ലൻഡ് എത്തിയിട്ട് കാണാം. എല്ലാം പറഞ്ഞ പോലെ പൊട്ട ഫ്ലൈറ്റ്. ഓ കബൂൻക, നിങ്ങൾക്ക് എന്താ തപ്പുന്നത്? ആ, കണ്ണി വെച്ചിട്ട് ഇറങ്ങാൻ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സെറ്റപ്പാണ്. തപ്പി വാങ്ങുന്നത് മൂജി. എനിക്കറിയാം, തൈവാനല്ലേ. അങ്ങനെ ബാങ്കോക്ക് എത്തി. ആദ്യത്തെ കാഴ്ച എന്താ ശരിയോ ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു ഫ്ലൈറ്റ് മൊത്തം. ഞാനും ഉറങ്ങിയില്ലല്ലോ. എക്സൈറ്റ്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഉറങ്ങാത്ത. അങ്ങനെ ഗൈസ്, വെൽക്കം ടു ബാങ്കോക്ക്. എത്രാമത്തെ തവണ അത് ഒരു കണക്കില്ല. പക്ഷെ എനിക്ക് മെയിൻ ആയിട്ട് പറയേണ്ടത് നമ്മുടെ തായ് എയർവേസ് എക്സ്പീരിയൻസ് ആണ്. ഫ്ലൈറ്റ് എയർ ഏഷ്യനെ കാട്ടി കുറച്ചും കൂടെ കംഫർട്ട് കൂടുതലാണ്, കാരണം കുറച്ചും കൂടെ സ്പേസ് കൂടുതലാണ്. പക്ഷെ ഒരു ഫുൾ സർവീസ് ഫ്ലൈറ്റായിട്ട് നോക്കുമ്പോൾ വളരെ മോശമാണ്. കാരണം അവരുടെ സ്റ്റാഫുകളുടെ അത്ര ഒരു ഫ്രണ്ട്ലിനെസ് ഇല്ല. എല്ലാം ഒരു ഭയങ്കര വെപ്രാളം പോലെയാണ്. പിന്നെ ഇപ്പോൾ ആൽക്കഹോൾ കുടിക്കേണ്ടവർക്ക് എനിക്ക് ആൽക്കഹോൾ ഡ്രിങ്ക്സ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് DMK എയർപോർട്ടല്ല, ഇവിടുത്തെ മെയിൻ സുവർണഭൂമി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും. സോ കുറച്ച് പ്രൈസ് ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ വരാം, അല്ലെങ്കിൽ ടയറേഴ്സിൽ വരാൻ വേണ്ടി കൂടുതൽ പൈസ ഒന്നും കൊടുത്ത് വരേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. എന്തായാലും എത്തിയിട്ടുണ്ട് നമ്മൾ ബാങ്കോക്ക്. വെൽക്കം ടു ബാങ്കോക്ക്. ബാങ്കോക്കിലെ കാറ്റൊക്കെ അടിച്ചു തുടങ്ങി. പ്രിൻസിന്റെ മുഖത്തിന്റെ ഒക്കെ ഒരു സന്തോഷം. ഉറങ്ങിയിട്ടില്ല. അതെ, ചൂടുണ്ട് കേട്ടെ രാവിലെ ആയിട്ടും. എയർപോർട്ട് ഓഫ് സ്മൈൽസ്, അത് കൊള്ളാമല്ലോ. ലാൻഡ് ഓഫ് സ്മൈൽസ് ആണ് തായ്ലൻഡ്, എയർപോർട്ട് ഓഫ് സ്മൈൽസ്. അതെ, പറ്റുമെങ്കിൽ ഇത്തവണ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും ടാക്സിയിലല്ലേ പോകുന്നത്, ഇവിടുന്ന് ഡയറക്റ്റ് മെട്രോ ഉണ്ട് തോന്നുന്നു നമ്മുടെ ഹോട്ടലിലെ തൊട്ടടുത്ത് വരാൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എമിഗ്രേഷനൊക്കെ എത്തുന്നതിന് മുമ്പേ പോയി സിം കാർഡ് എടുക്കുവാണ്. സിം കാർഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത് 449 ആണ് 8 ദിവസത്തേക്ക്. സോ ഇൻഡു ഒരു 2.4 ചെയ്താൽ മതി. അല്ലാതെ അൺലിമിറ്റഡ് നെറ്റ് വേണ്ടാത്തവർക്ക് 299. എനിക്കൊന്ന് ഇതാണ് ഏറ്റവും ബെസ്റ്റ് റേറ്റ്. ഇനി വെളിയിൽ പോയി എനിക്ക് തോന്നുന്നില്ല അന്വേഷിക്കണം എന്ന്. ഇത് ആക്ച്വലി ഇവരുടെയാണ്, ഈ DTAC-ൻ്റെ ആണ്. അവിടെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് AIS എന്ന് പറയുന്നത്. അങ്ങനെ എമിഗ്രേഷൻ ക്ലിയർ ചെയ്തു. എന്ത് എളുപ്പമെന്ന് അറിയാം. ഞാൻ പറയുകയാണ്, വെറും നമ്മുടെ പാസ്പോർട്ട്, ടിക്കറ്റ്സ്, റിട്ടേൺ ടിക്കറ്റ്, മറ്റേ ഹോട്ടൽ ബുക്കിംഗ്സ്, ഇൻഷുറൻസ് ഒന്നും അവർ ചോദിക്കില്ല. ഹാർഡ്ലി എനിക്കൊന്ന് ക്യൂ എല്ലാം കൂടെ ചേർത്ത് ഒരു 2 to 3 minutes അത്രയേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയായിരുന്നു. ആസ് ഓഫ് നൗ ഐ തിങ്സ് ഇറ്റ് ഇസ് സ്റ്റിൽ May 9. നിങ്ങളൊന്ന് ഓൺലൈൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ട്രാവൽ ഏജൻ്റായിട്ട് ചെക്ക് ചെയ്യുക. പക്ഷേ ആസ് ഓഫ് നൗ എനിക്കൊന്ന് May 9 വരെ ഉള്ളൂ ഇങ്ങനെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഒരാൾക്ക് ഏകദേശം എത്രയാ 5,000-6,000 രൂപയും കണ്ടു വരും വിസയ്ക്ക്. ബാഗേജ് കളക്ട് ചെയ്യാൻ പോകണം. 20 ഞങ്ങളുടെ 7ലാണ്, അങ്ങ് അറ്റത്താണ് കിടക്കുന്നത്. ഇത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ബാഗാണ്. ബ്രഷ് ചെയ്യാനൊക്കെ പോവാണ്. ജസ്റ്റ് പ്രിയനോട് സ്പെഷ്യൽ താങ്ക്സ് പറയണം. എല്ലാ ഹോട്ടലിൽ നിന്നും ഇങ്ങനത്തെ അമ്യൂണിറ്റീസ് കിറ്റ് അടിച്ചു മാറ്റുന്ന പ്രിയനെ എപ്പോഴും ഞാൻ കുറ്റം പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഇതിൻ്റെ ഉപയോഗം മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ മെയിൻ കാര്യമുണ്ട്, നമ്മുടെ എക്സിബിഷൻ വരുവാണ്. OHF ഫ്ലീ മാർക്കറ്റ് കുറേ നാളത്തിന് ശേഷം കൊച്ചിയിലേക്ക്. May 10, 11, 12 ഓബ്രോൺ മോളിൻ്റെ 3rd ഫ്ലോറിൽ രാവിലെ 11 o'clock തൊട്ട് രാത്രി 8 മണി വരെ ആയിരിക്കും എക്സിബിഷൻ. സോ ഞാൻ പറഞ്ഞ പോലെ ഫുഡ് കാണും, ഷോപ്പിംഗ്, ബാങ്കോക്കിലെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ ഗ്ലിംസസ് നിങ്ങൾ ഇനി കാണും. സോ എല്ലാവരും വരണം. 3 ദിവസമുണ്ട്, നമുക്ക് അടിച്ചു പൊളിക്കാം.
കിടിലം ഫുഡും കാണും, അല്ലാതെ കുറേ പുതിയ ബ്രാൻഡ്സും ഉണ്ട്, നമ്മുടെ ഷോപ്പിലത്തെ ബ്രാൻഡ്സ് പുതിയ കളക്ഷൻസും ഉണ്ട്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ടോട്ടലി എ ഫെസ്റ്റീവ് മൂഡായിരിക്കും, അത് ഉറപ്പാണ്. ഇവിടെ സബ്വേ, മെക്ഡോണൽഡ്സ്, തായ് ഫുഡ് എല്ലാം ഉണ്ട്. എല്ലാവരും അവിടെ നിന്നൊക്കെയാണ് കഴിക്കുന്നത്. സ്റ്റാർബക്സ്. നമ്മൾ മാത്രമാണ് 7-Eleven പോകുന്നത്. ആർക്കും അറിയാത്തോണ്ടാ. അത് മാത്രല്ല, ഒരാള് രാവിലെ ഇരുന്നേ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കും. പ്രിൻസ് എന്തായാലും നോക്കിക്ക് ഇവിടുന്ന് പോകുമ്പോ ഒരു 10 കിലോ കൂടും. ഒന്നും അറിയാതെ പാവന്നേ പോകുന്നുണ്ട്. എന്തൊക്കെയാണ് നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്നേന്ന്. എന്ത് വന്നുള്ള പ്രശ്നം. ഭക്ഷണം കഴിച്ച് നടന്നു ആ 7-Eleven മണം, സാൻഡ്വിച്ച് ഗ്രില്ല് ചെയ്യുന്ന മണം. ഇതേ മറ്റേ 7-Eleven കാട്ടി വലുതാന്ന് തോന്നുന്നു. ഇവിടെ ബബിൾ ടീ ഉണ്ട്. അപ്പൊ ക്രൊസാൻറ്റും ബബിൾ ടീ, മറ്റേ അവരുടെ ഗ്രിൽഡ് സാൻഡ്വിച്ചും ബബിൾ ടീ പോരെ. വീണ്ടും പറയാണ്, നിങ്ങൾ തായ്ലൻഡ് വന്നു കഴിഞ്ഞാൽ ഗ്രിൽഡ് സാൻഡ്വിച്ചിൽ നിന്ന് തന്നെ തുടങ്ങുക. അതും ഒരു കൂൾ കോഫി അല്ലെങ്കിൽ ബബിൾ ടീ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എങ്ങനെയുണ്ട് ഫസ്റ്റ് ബൈറ്റ് ഓഫ് 7-Eleven? അടിപൊളിയല്ലേ? അതാണ്. ഇനി എന്തൊക്കെ ഒരു പുതിയ 7-Eleven തുടങ്ങിയെന്ന്, ബിഗ്ഗസ്റ്റ് 7-Eleven ഇൻ ബാങ്കോക്ക്. പോയി ചെയ്യണ്ടേ വ്ളോഗ്? ഒരു പുതിയ അഡീഷനാണ്. കുറേ പുതിയ സാധനങ്ങൾ 7-Eleven വന്നിട്ടുണ്ട്. അത് എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല. അത് എയർപോർട്ടിൽ മാത്രമാണ്. ഇത് കഴിച്ചിട്ട് എന്താന്ന് പറഞ്ഞു കിട്ടിയ മാംഗോന്റെ ഹോട്ട് ഗ്രിൽഡ് സാൻഡ്വിച്ച്. അടിപൊളിയല്ലേ? അതാ പറഞ്ഞ, ഇങ്ങനത്തെ കുറേ പുതിയത് കണ്ടു ഞാൻ. കോക്കനട്ട്, ഗ്രിൽഡ് കോക്കനട്ട്, സൂപ്പർ അല്ലേ? ഒരു വെറ്റ് വൈപ്സ് ഇവിടുന്ന് വാങ്ങിയ ഇതിവിടെ അടിപൊളി സംഭവമാണ്. ഇത് എക്സ്ട്രാ കൂളിംഗാ. ഇതൊക്കെ മുഖമൊക്കെ തുടച്ചുണ്ടല്ലോ, നല്ല ഐസായിട്ടിരിക്കും. ചൂടത്ത് വേണ്ടിയുള്ള ഒരു സംഭവമാണ്. കൈയുടെ മണം കണ്ടില്ലേ? ഒരു വിക്സിന്റെ ഒക്കെ മണം, യുക്കാലിപ്റ്റസിന്റെ ഒക്കെ മണം. എന്ത് സ്ട്രോങ് ആ, സൂപ്പർ സംഭവം. ഈ വൈപ്സ് 30 വാട്ട ഇതിന്. ചുണ്ടില് പ്രിയ സ്ട്രോ തുടച്ചത് വെച്ച് ഇപ്പൊ ചുണ്ടിൽ മൊത്തം വിക്സ്. ബേസ്മെന്റ് ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇത് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. നമ്മൾ ഈ എയർപോർട്ടിൽ ഒന്ന് ലാൻഡ് ചെയ്ത എക്സ്പ്രസ് ലൈൻ എയർപോർട്ട് തൊട്ട് നമുക്ക് എടുക്കേണ്ടത് സിറ്റി ലൈൻ ആണ്. നമ്മൾ മെഷീനാണ് ഇവിടുന്ന് എടുക്കേണ്ടത്. സോ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് തന്നെ വരും, അല്ലെങ്കിൽ ATM നിന്ന് എടുക്കുക. എയർപോർട്ടിൽ നിന്ന് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാതിരിക്കുക, എയർപോർട്ടിൻ്റെ ATM നിന്ന് എടുക്കുക. നമുക്ക് പോകേണ്ട പ്രാറ്റുനം ഏരിയയിലേക്കാണ്. സോ അവിടുത്തെ സ്റ്റേഷൻ്റെ പേരുണ്ട്. ഒരാൾക്ക് 40 വാട്ടാണ്. സൗകര്യം നോക്ക്, എയർപോർട്ടിന് അകത്തുനിന്ന് തന്നെ നേരെ മെട്രോയിലേക്ക്. തണുപ്പില്ലേ? വെളിയിൽ ഇറങ്ങുമ്പോൾ നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് ഇപ്പൊ തണുപ്പ് എൻജോയ് ചെയ്താ. പക്ഷെ ഇത് ഭയങ്കര കൺവീനിയന്റ് അല്ലേ? ഇത് എന്ത് ലാഭമോ പൈസ. ആ, സമയം ലാഭിക്കാം. ഇത് സെറ്റപ്പാ. ഇത് ഒരുവിധം അല്ലെങ്കിലും ഇത് നിർത്തുന്നിടത്തുനിന്നൊക്കെ വേറെ മെട്രോ കണക്ടിവിറ്റി കാണും. ബാക്കി എങ്ങോട്ട് വേണമെങ്കിലും പോവാം, അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ബാങ്കോക്ക്. നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഈ എയർപോർട്ടിൽ തന്നെ വന്ന് ഇറങ്ങിയ മെട്രോ എടുക്കാൻ നോക്കുക. മറ്റേ എയർപോർട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് അറിയില്ല അതിനെ കുറിച്ച്. അവിടുന്ന് ബസ് എടുത്ത് മെട്രോ സ്റ്റേഷനിൽ പോകണം. എയർപോർട്ട് ഇതാ ബെറ്റർ. എല്ലാം കൂടെ ബെറ്റർ ഇതാ. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്യൂട്ടിഫുൾ തായ്ലൻഡ് കാണാം. നല്ല തിരക്കാണ്. തായ്ലൻഡ് ഫുൾ ടൂറിസ്റ്റ് വന്നിരിക്കുവാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി നമുക്ക് ഭയങ്കര ചൂടിന്റെ ഒരു വിഷയം കാണാതിരിക്കട്ടെ. പെട്ടിയൊക്കെ വലിച്ചിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഹോട്ടൽ നമുക്ക് ഇവിടുന്ന് നേരെ കാണാതെ അടുത്താണെങ്കിലും നടന്നു പോകുമ്പോൾ ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. എന്നാലും അടിപൊളി അല്ലേ? ഭയങ്കര കൺവീനിയന്റ് ആയിപ്പോയി. എന്തൊരു രാജ്യമായി ബാങ്കോക്ക്. ടൂറിസ്റ്റിന് വേണ്ടി ഇത്രയും സൗകര്യമുള്ള ഒരു രാജ്യം. എത്ര തവണ വന്നാലും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കാണും ചെയ്യാനായിട്ട്. ഇതിവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്ന ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടൽ ഇന്ദിര സ്ക്വയറിന്റെ അടുത്താണ്. എന്ത് ആക്സസിബിൾ ആന്ന് നോക്കി, എന്ത് എളുപ്പമാന്ന് നോക്കി ഓരോ സ്ഥലത്ത് എത്താനായിട്ട്. എന്ത് മഴവില്ല പയോക്കെ. ഇങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ ഹോട്ടലെത്തി. റൂം ഇപ്പൊ കിട്ടില്ല, 3 മണിയാവും. അപ്പൊ സാധനം വെക്കോ, പണിക്ക് ഇറങ്ങുക. എനിക്ക് ഡ്രസ് മാറ്റണം. ഒന്നും സമയമില്ല. ചൂടത്ത് ജീൻസ് ഇട്ടോണ്ട് നടക്കാനാ? പിന്നെന്താ, എന്റെ ഡ്രസ് ഉള്ളതില്ലോ. എന്നാ കുഴപ്പമില്ല. ബാത്റൂമിൽ പോയി മാറ്റിട്ടോ. ബാങ്കോക്ക് വന്നിട്ട് രണ്ട് കുടിയന്മാർക്ക് രണ്ട് കുടിയന്മാർക്ക് ഞാൻ കുടിക്കില്ല, അത് എല്ലാവർക്കും അറിയാം. ചിലപ്പോ ഈ സംസാരമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുഴയുമ്പോ. അതെ, ഇവിടെ തന്നെ വെൻഡിങ് മെഷീൻ ഉണ്ട്. വേണോ? വെറുതെ പ്രിൻസിനെ നശിപ്പിക്കാൻ നശിയല്ലേ പ്രിൻസ്? പ്രിയയുടെ കൂടെ കൂടല്ലേ എന്റെ കൂടെ കുടിക്കാത്ത ആളെ കുടിപ്പിക്കാൻ. ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടെ എടുത്തു. ഇതാണ് ഇവിടുത്തെ മെയിൻ. അനുഷ്ക ശർമ്മ വരെ എടുത്താന്ന് പറഞ്ഞ് പ്രിയ കുറെ എടുത്തു. പ്രിയ പോസ്റ്റ് ചെയ്തില്ല, എടുത്തത്. സോ ആര് വന്നാലും പ്ലാറ്റിനം മോളിന്റെ മുകളിലുള്ള ഇവിടെ സ്കൈ വാക്കിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക. അതെ അതെ,
ബാങ്കോക്ക് കണ്ടിട്ട് കണ്ണു തള്ളുന്നു. ഗൈസ്, നമ്മൾ പിന്നെ ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ കോൺസെപ്റ്റ് അല്ല, നാട്ടിൽ അത്യാവശ്യം ബ്രാൻഡ്സ് ഒക്കെ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ബാങ്കോക്ക് ഫാഷൻ ഒരു ഹാപ്പി സ്റ്റോറിൽ ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ ഡ്രോപ്പ് സെയിൽസ് എന്ന് പറഞ്ഞ് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐറ്റംസിന്റെ 2 പീസ് വെച്ച് നമ്മുടെ സ്റ്റോറിൽ, ഒരു ഹാപ്പി സ്റ്റോറിന്റെ മേയുടെ ഫസ്റ്റ് വീക്കെൻഡ് 4th and 5th of May നമ്മുടെ ഷോപ്പിൽ ഒരു ഹാപ്പി സ്റ്റോറിന്റെ ബാങ്കോക്ക് ഫാഷനിൽ നമ്മൾ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐറ്റംസ്, അത് 2 പീസേ കാണുള്ളൂ. ഈ 2 ദിവസം മാത്രമേ അവൈലബിളും ആയിരിക്കുള്ളൂ. ഓൺലൈനും അവൈലബിൾ ആയിരിക്കില്ല, നമ്മുടെ ഷോപ്പിൽ വാക്കിൻ ആയിട്ട്. സോ നല്ല പ്രൈസും ആയിരിക്കും, ഭയങ്കര എക്സ്ക്ലൂസീവ് ഐറ്റംസും ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ലിമിറ്റഡ് എഡിഷൻ കളക്ഷൻ ഓഫ് ബാങ്കോക്ക് ഫാഷൻ ബുട്ടിക്. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുവാണ്, സോ ദാറ്റ് നമുക്ക് കുറേ പുതിയ ഐറ്റംസും എക്സ്പെരിമെന്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ബാങ്കോക്ക് ഇടുന്ന റേറ്റിൽ തന്നെ അവിടെ നിന്ന് കിട്ടാം. സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ്, കുറച്ച് സാധനങ്ങൾ എന്തായിരിക്കും നമ്മൾ കാണിച്ചു തരാം. ഏകദേശം ഒരു 50 പ്രോഡക്ട്സേ കാണുള്ളൂ. എല്ലാത്തിനും മാക്സിമം 2 പീസ്, ചിലതിനൊക്കെ 1 പീസ് വെച്ച്. ഫസ്റ്റ് ഡ്രോപ്പ് സെയിലിന്റെ ഫസ്റ്റ് ഐറ്റം മൾട്ടി കളേർഡ് ഷർട്ട് ആണ്. ഇത് റയോൺ ഫാബ്രിക്കിലാണ്. ഡിഫറെന്റ് അല്ലേ ഷർട്ട്? ഇതിന്റെ ബാക്ക് ഞാൻ കാണിച്ചു തരട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഫോർ അവർ ഡ്രോപ്പ് സെയിലിന്. അപ്പൊ 2 ദിവസേ കാണുള്ളൂ. ഇത് ലിമിറ്റഡ് കളക്ഷൻ. അടുത്ത ഡിസ്കവറി, അടുത്ത ലിമിറ്റഡ് കളക്ഷൻ. കൊള്ളാല്ലേ? നൈസ് നോ? ഇത് കണ്ടോ? എനിക്ക് ഇതിന്റെ നെക്ക് ഭയങ്കര ഇഷ്ടമായി. ബാക്ക് ഇങ്ങനെ വരും. മെറ്റീരിയൽ ഒരു ക്രേപ്പ് ഫാബ്രിക് ആണ്, തിക്ക് ഫാബ്രിക് ആണ്. ഇനി തൊട്ട് ചൂടത്തിടാനുള്ള മാത്രം എടുത്താൽ മതി. ഇതിപ്പോ ഡ്രസ് ആയിട്ട് ഇടാം, അതല്ലാതെ വേണമെങ്കിൽ ജീൻസ് അടിയിലിടണമെങ്കിൽ ജീൻസ് അടിയിലിടാം. ഞാൻ ഡ്രസ് ആയിട്ട് ഇടുള്ളൂ, ജീൻസ് വേണമെങ്കിൽ അടിയിലിടാം. സമ്മർ വെയർ ഡ്രസ്സസ് ആണ്. ബാക്കിൽ ഇതാ ഈ ചേച്ചി ഇട്ടിരിക്കുന്നത് കേട്ടാ. അതിന്റെ നെക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ വരും, ബാക്കിൽ ഇതാ ഇങ്ങനെ വരും. ഓക്കെ, നല്ല ഫാബ്രിക് ആണ് ഇത്. ഇത് ഞാൻ എടുക്കുന്ന കളേഴ്സ് ബ്ലൂ, വൈറ്റ്, പിങ്ക്. ഓക്കെ, ഇത് ആ മറ്റേ ഡ്രോപ്പ് സെയിലിന് മാത്രമേ കിട്ടുള്ളൂ. ഇത് ഡെനിമിന്റെ ഫാബ്രിക് പോലെ. ഇത് നമുക്ക് ഞാൻ ഇപ്പൊ ജീൻസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ നല്ലതാ. ഡിഫറെന്റ് ആണ്, യുനോ. ഫ്രണ്ട് കാണിക്കാം. ഇത് ബ്ലാക്ക് ഷർട്ട്. ഇതിന്റെ മെയിൻ എന്താ പറയാ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനത്തെ നോട്ട്സ് ആണ്. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ, ഭയങ്കര സ്റ്റൈലിഷ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇതും ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റുന്നതാണ്. ഇതും 2 പീസ് നമ്മൾ ആകെ എടുക്കണുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് 2 സ്കേർട്ടാണ്. കാഗോ സ്കേർട്ട്സ് എന്ന് പറയും. 4 പോക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, 2 കളേഴ്സേ ഞാൻ എടുക്കണുള്ളൂ. ഒന്ന് ബ്ലൂവും ഒന്ന് ബ്ലാക്കും. ബ്ലൂ ഇതാണ്, ബ്ലാക്ക് ഇതാണ്. വെരി സ്റ്റൈലിഷ്. കൊള്ളാം. പ്രിയയുടെ കൂടെ നടന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എനർജി ഡ്രിങ്ക് പ്രിൻസിനും എനിക്കും അല്ലേ, ഭയങ്കര അത്യാവശ്യമാണ്. നമ്മൾ കാണാൻ പോകുന്ന ഒരു കോട്ട് സെറ്റ്, വൈറ്റ് ടോപ്പും സ്കേർട്ടും ആണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക് ആണ്. അഡിഡാസ് ലുക്ക് ഒക്കെ ഉണ്ട് അല്ലേ? ആൻഡ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ അറിയോ, നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. 2 സൈഡിൽ ഇലാസ്റ്റിക്, എന്നിട്ട് നമുക്കിത് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. സ്കേർട്ടും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? 2 പീസേ ഉള്ളൂട്ടാ എടുക്കണുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ഡെനിം ഡ്രസ്സാണ്. ഇതിൽ ഫ്ലവർ കണ്ടോ, സൺഫ്ലവർ പ്രിന്റിലെ ഡെനിം ഡ്രസ്സാണ്. ഇതും ഇതുമാതിരി നമുക്ക് ഫുൾ ഡെനിം ഡ്രസ്സായിട്ട് തന്നെ ഇടാം. ജീൻസ് ഇടേണ്ട ആവശ്യമില്ല, ബിക്കോസ് ലെങ്ത് ഉണ്ട് നല്ല. പിന്നെ ഡെനിം ആണ് ഫാബ്രിക് കേട്ടോ. സൂപ്പർ സ്റ്റൈലിഷ് ഡെനിം ഡ്രസ്സാണ് വിത്ത് 2 പോക്കറ്റ്സ് ഫ്രണ്ടില്. അപ്പൊ നമ്മുടെ മറ്റേ ഡ്രോപ്പ് സെയിൽ പൊളിക്കും അല്ലേ? യൂണിക് ഐറ്റംസ്. അതെ, തിരക്ക് കൂടിയിട്ടേ അങ്ങനെ ആവട്ടെ. എല്ലാരും അത് മറ്റേ ഐഫോൺ ഒക്കെ വാങ്ങണ പോലെ അടിയൊക്കെ കൂടണം കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ളതാ. നിങ്ങൾ അടി കൂടുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എന്താ വെച്ചാല് ഞാൻ ഇങ്ങനത്തെ ലെതർ സ്കേർട്സ് ഒക്കെ കണ്ടിരിക്കുന്നത് റഷ്യയിലാണ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ടോപ്പായിട്ട് സ്റ്റൈലിഷ് ആക്കാം, വേണമെങ്കിൽ ഷർട്ട് ഇടാം. പക്ഷെ ഇത് സ്റ്റൈലാണ് മെയിനായിട്ട് ലെതർ സ്കേർട്ട് ഇടുന്നത്. ഓക്കെ, ഈ ലെതർ സ്കേർട്ടിന് വേണ്ടി ഞാനും ചേച്ചി ഭയങ്കര അടിയും ഉണ്ടായിട്ടുണ്ട് ഒരു തവണ. അപ്പൊ ഞാൻ ഇത് എടുക്കാൻ പോവാണ്. 2 പീസ്. യെസ്, ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലൂറസൻ ഗ്രീൻ കളർ ഡ്രസ്സാണത്. ഇത് നമുക്ക് ബീച്ച് വെയർ ആയിട്ട് ഇടാം, ഒരു സമ്മർ വെയർ കൂടുതലും ബീച്ച് ഷ്രഗ് ഇടാം, ഒരു ഡെനിമിന്റെ ജാക്കറ്റ് ഇടാം. ഇതിന്റെ എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാവോ അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാം. എന്ന് വെച്ചാൽ സ്ലീവ്ലെസ് ആണല്ലോ, ബെൽറ്റ് ഇടാം. അതെ, ഹാറ്റ് വെക്കാം. അപ്പൊ ഇങ്ങനത്തെ 2 പീസ് എടുക്കണല്ലോ. കളറേ ഉള്ളൂ. അതെ,
അപ്പൊ ഞാൻ വേറെ 2 ഷർട്ട്സ് എടുത്തിട്ടുണ്ട്. ഷർട്ട് അല്ല അത്, ഷർട്ട് അല്ല, ഇറ്റ്സ് എ ടോപ്പ് ബട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് എ ഷർട്ട്. ആ ബാക്കിൽ മാനിക്യൂൾസ് ഇട്ടിരിക്കുന്നുണ്ട്. ആൻഡ് ബ്ലൂവും പിങ്കും ഒക്കെ. എനിക്ക് ബ്ലൂവും പിങ്കും ഇഷ്ടമായി. ഓക്കെ, നമ്മൾ സാധാരണ നമ്മുടെ ഷോപ്പിൽ ഇല്ലാത്ത കളക്ഷൻസ് ആണ് ഡ്രോപ്പ് സെയിൽ. ഇതുവരെ ബാങ്കോക്ക് ഫാഷനിൽ കാണാത്ത സംഭവങ്ങൾ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാണ് അല്ലേ ഈ ഡ്രോപ്പ് സെയിലിൽ. അപ്പൊ വെറൈറ്റി കളക്ഷൻസ് ആയിരിക്കും. ഹോപ്പ്ഫുള്ളി ഇത് ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കളക്ഷൻസ് നമ്മള് ഷോപ്പിലേക്കും എക്സിബിഷനിലേക്കുള്ള നാളത്തെ വീഡിയോയിൽ വരും. അതെ അതെ. അപ്പൊ ഈ 2 കളേഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ കൂടുതൽ ഷോപ്പിൽ എൻക്വയറി ഉള്ളതാണ് കോട്ട് സെറ്റ്സ്. അതായത് ഷോർട്സിന്റെ ആണ്, ലോങ് കോട്ട് സെറ്റ്സ് അല്ല. ഇത് നമുക്കിങ്ങനെ ഇടാവുന്നതാണോ? ഇതിന്റെ ഞാൻ 2 കളേഴ്സ് എടുത്തിരിക്കുന്നത്. ഒന്ന് പിങ്കും ഒന്ന് ഗ്രീനും. ഇതും രണ്ടെണ്ണം വെച്ച് നമ്മുടെ ഡ്രോപ്പ് സെയിലിൽ കാണുന്നതായിരിക്കും. 4th and 5th, സോറി ഇല്ല May 4th and 5th സാറ്റർഡേ സൺഡേ, മെയിലെ ഫസ്റ്റ് വീക്കെൻഡ്. ഓക്കെ, ഉണ്ടോ ഡിഫറെന്റ് അല്ലേ ഷർട്ട്? വൺ സൈഡ് ഇങ്ങനെ ബ്ലാക്ക് സ്ട്രൈപ്സ് വരുന്ന, ബാക്കിൽ ഇങ്ങനെ വരും. യൂണീക്ക് അല്ലേ? ഇതൊന്നും നമ്മുടെ ഷോപ്പിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഇതൊക്കെ പുതിയ പാറ്റേൺസ് ആട്ടോ. ഇവിടെ എപ്പോഴും പാറ്റേൺസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോ. അപ്പൊ ഇതെടുക്കുകയാണ്. ലഞ്ച് ടൈം ആയി, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് ഫുഡ് കോർട്ടില്. ഇതൊക്കെ ഞാൻ ക്രിസ്പി എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കടിച്ച അതിന്റെ പൊട്ടുന്ന സൗണ്ട് ഇമാജിൻ ചെയ്യാലോ, അത്രയും ക്രിസ്പി പോക്കാണ് ഇത്. അല്ലെങ്കിൽ സ്റ്റ്യൂഡ് പോക്ക് വിത്ത് റൈസ് ആൻഡ് എഗ്. ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ക്രിസ്പി പോക്ക് വിത്ത് നൂഡിൽസ് ആണ്. അല്ലെങ്കിൽ ബാബയ്ക്ക് വേണമെന്നുണ്ട്, പക്ഷെ ക്രിസ്പി ലുക്സ് ടു ടെംപ്റ്റിങ്. ഇത്രയും അടുത്തുനിന്ന് കാണുമ്പോൾ ബാബയ്ക്ക് പോക്ക് നോക്ക്, എന്താ അല്ലേ? ഇതൊക്കെ അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റിയ കോണ്ടമെന്റ്സ് ആണ്. എൻ്റെ ക്രിസ്പി പോക്ക് വിത്ത് നൂഡിൽസ്, അതിൻ്റെ പപ്പടം പോലത്തെ ഒരു സംഭവം ഉണ്ട്, കുറച്ച് കുക്കുംബർ. ഇവർക്ക് 2 പേർക്കും തായ് ഗ്രീൻ കറി വിത്ത് എഗ് ആൻഡ് റൈസ്. ഇതാണ്. എന്തായി കഴിക്കുന്നില്ല റൈസ് ഒന്നും? അടുത്ത പരിപാടിക്ക് പോകണം, റെസ്റ്റ് ഇല്ല ഇനി. പറയുന്നുണ്ട് നാളെ 4 മണിക്ക് പൊങ്ങണം. പൊങ്ങോ? എനിക്ക് ഇവിടുത്തെ ടൈം അല്ല, നാട്ടിലത്തെ ടൈം പറഞ്ഞോ. നല്ല ഫോണിൽ അലാറം വെക്കാൻ പറ്റുള്ളൂ, ഞാൻ ടൈം മാറ്റിയിട്ടില്ല. പ്രിയ മുട്ട തുറന്ന് അതിന്റെ അകത്ത് എന്തൊക്കെയാന്നറിയോ? ഒന്ന് ചോക്ലേറ്റ്, ഒന്ന് പാന്താൻ. ഇത് 3 ഏതോ ഒരെണ്ണമാണ്, ഇത് 3 ഏതോ ഒരെണ്ണമാണ്. അപ്പൊ ഇത് പാന്താനായിരിക്കും. ഭയങ്കര ചൂടായിരിക്കും. എന്തൊരു ക്രൂര മനസ്സായിരിക്കണം ഇത് ഇത്രയും ക്യൂട്ടായിട്ടുള്ള സാധനത്തിനെ കഴിക്കണമെങ്കിൽ. ഞാൻ കഴിക്കും, ഞാൻ ഒരു ക്രൂരനാണ് ഫുഡിന്റെ കാര്യത്തില്, മഹാക്രൂരനാണ് ഇത്. പക്ഷെ സംഭവം കൊള്ളാം കേട്ടാ. ഇപ്പൊ ചൂടാറി ഫ്രഷ് ആയിട്ട് അവർ ഉണ്ടാക്കുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അല്ലേ? സൂപ്പറാ. നീ ഫുൾ എനർജിയിൽ ഇറങ്ങും എല്ലാരും കൂടെ, കേട്ടല്ലോ? ഉറക്കം ഇല്ല. ഫ്രീയ കുറച്ചും കൂടെ കാണിക്ക്, ബാക്കി നമുക്ക് ആ മറ്റേ ഹൈപ്പ് സെയിലിന് മുമ്പേ കാണിക്കാം. ഓക്കെ, പറ്റില്ല, പക്ഷെ നമ്മൾ സ്റ്റോറിൽ കാണിക്കും, നമ്മൾ സ്റ്റോറീസ് ഇടാം. ഓക്കെ, എന്തായാലും കുറച്ചും കൂടെ ഉള്ളത് കാണിക്കുക. എല്ലാത്തിന്റെയും ഒറ്റ പീസേ ഉള്ളൂ ഈ കാണിക്കുന്ന എല്ലാം. ഇത് നമ്മൾ സപ്ലയറിന്റെ അടുത്ത് നേരെ വന്നിരിക്കുവാണ്. അതെ, കുറച്ച് 3 കൂടെ വന്നിട്ടുണ്ട്. സോ സപ്ലയറിന്റെ ഇത് ഉള്ളതിന്റെ എല്ലാത്തിനും ഒരെണ്ണം വെച്ച് നമ്മുടെ ലിമിറ്റഡ് സെയിലിന് എടുക്കുവാണ്. ഓക്കെ, കാണിച്ചോ? ഓക്കെ, ജംപ് സൂട്ട് പോലത്തെ ജംപ് സൂട്ട് ഡ്രസ്. ഇപ്പൊ ഡ്രസ്സാണ്, ഇതിന്റെ തന്നെ സെയിം ജംപ് സൂട്ടും ഉണ്ട്. ഓക്കെ, നല്ല ഡ്രസ് അത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടാത്ത ടൈപ്പ് ഫാഷൻ ആണ്. നമ്മൾ കൂടുതൽ ട്രൈ എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കുവാണ്. കൊറിയൻ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫാഷൻ, കൊറിയൻ, ജാപ്പനീസ്, തായ്, ആ ലെവൽ. ഓക്കെ, ഇന്ത്യൻ ഫാഷനേ അല്ല. അതിന് വേറെ ഒരുപാട് അടിപൊളിയുണ്ട് നമ്മുടെ ബ്രാൻഡ് ഷോപ്പിൽ അല്ലെ? ഒരു എപ്പിസോഡിൽ ഒരുപാട് ഇന്ത്യൻ ബ്രാൻഡ്സ് ഉണ്ട്. വെസ്റ്റേൺസ് കുറച്ച് യുണീക്ക് ആയിട്ട് ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾസോ നൈസ്. ഫാബ്രിക് ആണിത്. ഓർഡർ ആണോ? നോക്കൂ, കോഡ്രൈ ഫാബ്രിക്കില് ബട്ടർഫ്ലൈ പ്രിന്റ്. ഓ നൈസ്. എല്ലാത്തിന്റെ ഓരോ പീസേ ഉള്ളൂ, അതാണ് അതിന്റെ യൂണീക്ക്നെസ്. ഇങ്ങനത്തെ ഒരു ഡ്രസ് ഇംഗ്ലീഷ് ലുക്ക് ഉണ്ട്. അതെന്താ ഇതും കോഡ്രൈ പോലെയാണല്ലോ? കോഡ്രൈ ഏകദേശം എല്ലാം മിക്ക ഫാബ്രിക്കും ആ ഒരു കോഡ്രൈ ഫീലും ആ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ട്. ബെൽറ്റ് ഒക്കെ ഉണ്ട്, നല്ലല്ലേ? ഒരു ഇംഗ്ലീഷ് ടച്ച് ഉണ്ട്. ഇത് വേറൊരു ഡെനിമിന്റെ ഡ്രസ്സിന്റെ ഒരു ജംപ് സൂട്ട് മെറ്റീരിയൽ, ജംപ് സൂട്ട് ടൈപ്പ് പാറ്റേൺ. ജംപ് സൂട്ട് അല്ല, ഇറ്റ് ഈസ് എ ഡെനിം ഡ്രസ്. അകത്ത് ടീഷർട്ടും വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ കാണിച്ച ഡ്രസ്സിന്റെ ഡെനിം വേർഷൻ. എന്റെ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ജാറ പാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ കാറിന്റെ ഇനോഗ്രേഷൻ ഇട്ടത്. അല്ല, കൊറിയൻ. അവിടുന്ന് എനിക്ക് ഇതിന്റെ ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ഈ ബട്ടൺസ്.
നല്ല ഭംഗിയില്ലേ ഇത്? പക്ഷെ വേറൊരു കാര്യം കൂടെ പറയാം, നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ എന്നുള്ള എല്ലാ സാധനത്തിനും കളർ പോവില്ല എന്നുള്ളതിന്റെ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഉപയോഗിച്ചിട്ട്, ഗ്യാരണ്ടി. അതെ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സ്ഥിരം സപ്ലയേഴ്സും ആണ് ഇപ്പോൾ, അതുകൊണ്ട് നമുക്കറിയാം, അതുകൊണ്ട് ആ ഒരു ഗ്യാരണ്ടി നമ്മുടെ ഇന്ന് കാണുവേ. ഇതിന്റെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ ഫാബ്രിക്കിന്റെ ക്വാളിറ്റിയും അതിന്റെ പാറ്റേണും ആണ്. കളേഴ്സ് കളേഴ്സ് തന്നെ ഒരു കളറേ ഉള്ളല്ലോ. ഇത് കൊള്ളാം, ഇത് കോഡ് സെറ്റ് പോലത്തെ അല്ലേ, സ്കേർട്ടിന്റെ ഒരു കോഡ് സെറ്റ് പോലെ. ഇറ്റ്സ് വെരി നൈസ്. പോൾക്ക ഇല്ലാതെ എന്ത് കളി. അതെ, എപ്പോഴും ചുറ്റിപ്പറ്റി എവിടെയെങ്കിലും ഒരു പോൾക്ക വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു പോൾക്ക ബ്ലാക്ക് ഡ്രസ് ആണ്. ഒരു ഈവനിങ് വെയറിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഡ്രസ്. ഞാൻ എല്ലാം മറ്റേ യൂറോപ്യൻ ഇംഗ്ലീഷ് പാറ്റേൺസ് ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ ജാപ്പനീസ് പാറ്റേൺ ആൻഡ് കൊറിയൻ. ഇത് രണ്ടെണ്ണം ഉള്ളു കൂടുതൽ ഇവിടെ. ഇങ്ങനത്തെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഫ്രിൽസ് പോലത്തെ സംഭവം വരുമ്പോ തന്നെ ആ ഒരു ഇംഗ്ലീഷ് ലുക്ക് വരും. ഇറ്റ്സ് നൈസ്. പക്ഷെ എടുത്തത് മിക്കതും ബ്ലാക്ക് കേട്ടാ പ്രിയ. ഇനി നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ പറ്റുമെങ്കിൽ സ്റ്റോറേജ് കാണിക്കാം, അല്ലെങ്കിൽ സ്റ്റോറിലേക്ക് May 5th and 6th വരുക. നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പെരിമെന്റിംഗ് ആണ്, ഒരു ലിമിറ്റഡ് കളക്ഷൻ ലോഞ്ച് പോലത്തെ 2 days-ത്തേക്ക്. ഇങ്ങനത്തെ കുറെ കളക്ഷൻസ് കാണും ആൻഡ് 2 days-ത്തേക്കേ കാണുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി സ്റ്റോറീസ് ഒക്കെ കാണിക്കാം. നമുക്ക് മാക്സ് നമ്മൾ അതാണ് ട്രൈ ചെയ്യുന്നത്. 100 ഡിഫറെന്റ് പാറ്റേൺസ് ഉള്ള ഒരു കളേഴ്സും എല്ലാം കൂടെ ഉള്ള ഒരു പീസസ് കാണും. നമ്മൾ നാട്ടിൽ നിന്ന് തുടങ്ങിയതാ വ്ളോഗ്, ഉറക്കം ഇങ്ങനെ ഇല്ലാതെ കണ്ടിന്യൂസ്. ആ ഒറ്റ വ്ളോഗാ ഇത്. ബാക്കി നമുക്ക് ഫോട്ടോസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിലും ബാങ്കോക്ക് ഫാഷനിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ബാക്കിയും കൂടെ ഒന്ന് പർച്ചേസ് ചെയ്യട്ടെ. ഒരാളുടെ പ്രശ്നം ഇതാണ്, മറ്റേ ആള് മിക്കവാറും ഇപ്പൊ വീഴും. കണ്ട, ആദ്യമായിട്ടാണ് ഇത്ര സ്ട്രെയിൻ ഒക്കെ എടുക്കുന്നത്. നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് ഇപ്പോഴാണ് കേറുന്നത്. ഇന്നലെ രാത്രി തുടങ്ങിയ യാത്രയില് എല്ലാരും ക്ഷീണിതരായിരിക്കുന്നത്. അപ്പൊ ഞാൻ തന്നെ ഒരു ചെറിയ റൂം ടൂർ ചെയ്യാം. സോ ഇത് നമ്മളിവിടുത്തെ ഒരു സൂട്ട് റൂമാണ്. മെയിൻ ഏരിയ തന്നെ ഒരു റിക്ലൈനർ അല്ല ലോഞ്ച് ചെയർ, അവിടെ ഒരു സോഫ കം ബെഡ്, ഒരു ഡൈനിങ് ടേബിൾ വിത്ത് 2 chairs, ഇവിടെ ഒരു TV, ഫ്രിഡ്ജ്, വലിയൊരു ഹാളുണ്ട്. അതല്ലാതെ വേറൊരു സെപ്പറേറ്റ് ഏരിയ ഫോർ അവർ ബെഡ്റൂം. അവിടെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡ്രസ്സറും ഡ്രോയേഴ്സും, ഇവിടെയും വേറൊരു TV ഉണ്ട്. ലഗേജ് റാക്ക് സിമ്പിൾ ആണെങ്കിലും ഭയങ്കര സ്പേഷ്യസ് റൂമാണ്. ഇവിടെയും നമ്മുടെ ലഗേജ് ഒക്കെ വെക്കാം. വാർഡ്രോബ്, നമ്മുടെ ഡ്രസ്സിംഗ് റൂമും അതൊക്കെ ഉണ്ട്. ആൻഡ് ഫൈനലി ഇവരുടെ പഴയ ബാത്റൂം ആണെങ്കിലും എക്സ്ട്രീംലി ക്ലീൻ ബാത്റൂം വിത്ത് ബാത്ത്. പക്ഷെ ബാത്തിന്റെ ആള് നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ ഗൈസ്, നമ്മളെല്ലാരും ഉറപ്പൊക്കെ കഴിഞ്ഞ് നേരെ അടുത്ത സംഭവം മസ്റ്റ് ഡു ഇൻ ബാങ്കോക്ക്. ഇത് ബാർഗെയിൻ ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഞാൻ ടാക്സി ആപ്പിൽ റേറ്റ് നോക്കിയിട്ടാണ് പിന്നെ ഇവരോട് ബാർഗെയിൻ ചെയ്യുന്നത്. ആ ടാക്സിനെ കാട്ടി ഏകദേശം ഒരു 20-30% എക്സ്ട്രാ കൊടുക്കും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ടുക് റൈഡ്. പ്രിൻസെ പിടിച്ചിരുന്നാ തെറിച്ചു പോകും കേട്ടാ, തെറിച്ചത് അപ്പുറം പോകും. അതുകൊണ്ട് എന്നെ പിടിച്ച ഞാനെങ്കില്ല. ഞങ്ങൾ ഡോൺ ഡോങ്കി കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ കാണിക്കുന്നില്ല, എന്റെ ജാപ്പനീസ് വ്ളോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ MBK സെന്ററിൽ വന്നു കഴിഞ്ഞാൽ ഈ ജാപ്പനീസിന്റെ ഒരു കിഡിലൻ സൂപ്പർ മാർക്കറ്റ്, എല്ലാ ഫുഡ് തൊട്ട് മേക്കപ്പ് തൊട്ട് കോസ്മെറ്റിക്സ് വരെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഡോൺ ഡോങ്കി. ഇതേ ഹാപ്പിനെസ് ഓൾ ദ വേ ഫ്രം ജപ്പാൻ. സത്യമാണ്, ഇതിനകത്ത് കയറിയ മൊത്തം ഹാപ്പിനെസ് ആണ്. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സാധനം കൂടെ ഒന്ന് കഴിക്കണം ഇവിടുന്ന്. ഇത് ഒരു പാൻ കേക്ക് ആണ്, ക്രിസ്പി പാൻ കേക്ക്. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടം ഇവരുടെ വൈറ്റ് ക്രീം ഉള്ളതാണ്. അതൊന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അത് ഈ MBK മോളിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇത്. അതെ, രാവിലെ തൊട്ട് തുടങ്ങിയല്ലോ, ഒന്ന് നിർത്തുവോ രണ്ടുപേരും? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? സൂപ്പറല്ലേ ഈ സംഭവം? കൊള്ളില്ലേ? ഒരെണ്ണം കൂടെ ഉണ്ട്, കഴിക്ക്. അങ്ങ് പോരട്ടെ, ഒരു 5 കിലോ കൂട്ടാതെ നാട്ടിൽ കൊണ്ടുപോലും ഞങ്ങള്. എല്ലാവരും മെക്ഡോണൾഡ്സിൽ വന്നു കഴിഞ്ഞാൽ ബർഗേഴ്സ് ആയിരിക്കും കഴിക്കുന്നത്. പക്ഷെ നിങ്ങൾ ബാങ്കോക്കിലെ മെക്ഡോണൾഡ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്പൈസി ഫ്രൈഡ് ചിക്കൻ കഴിക്കുക. KFC ഒക്കെ മാറ്റിയടിക്കും. നമ്മുടെ ഒരു ജോളി ബീസിന്റെ ഒക്കെ ലെവലാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിച്ച് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ്. ഫസ്റ്റ് ഡേ, അവർ ഫസ്റ്റ് ട്രിപ്പ് വിത്ത് ആ സബ്സ്ക്രൈബർ. നമ്മുടെ സബ്സ്ക്രൈബർ ഫയർ പൊട്ടാറായി. പക്ഷെ എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. ഇനി കുറേ ഇൻട്രസ്റ്റിംഗ് വ്ളോഗ്സ് ബാങ്കോക്കിൽ നിന്ന് വരുന്നതായിരിക്കും. വീണ്ടും പറയാം, നമ്മുടെ എക്സിബിഷന് എല്ലാവരും വരിക. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഡ്രോപ്പ് സെയിൽസ്, നമ്മുടെ ഫസ്റ്റ് ടൈം ലിമിറ്റഡ് എഡിറ്റഡ് കളക്ഷൻസ് ലോഞ്ച് ചെയ്യുകയാണ് നമ്മുടെ സ്റ്റോറിൽ 2 ദിവസത്തേക്ക്. ആ 2 ദിവസവും നിങ്ങൾ വരാൻ നോക്കുക. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേസ് വ്ളോഗ്. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.